FSCTO നിയമസഭാ മാർച്ചിന് മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ജില്ലാതല പ്രകടനം നടത്തി. നൂറുകണക്കിന് പേർ പ്രകടനത്തിൽ അണിനിരന്നു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ ഉടൻ പിൻവലിക്കുക, മാനദണ്ഡപ്രകാരമുള്ള പൊതുസ്ഥലം മാറ്റം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക ജീവനക്കാരും FSCTOയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തി. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. KSTA സംസ്ഥാന ട്രഷറർ K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ്, ഒരു പൂക്കി ഗവൺമെന്റ്, ആ പൂക്കി ഗവൺമെന്റ് കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും കൊഞ്ഞണം കുത്തുകയാണ്. അതങ്ങനെ നടപ്പിലാക്കുകയാണ്. നാണമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ രീതിയിൽ അന്യായമായ സ്ഥലം മാറ്റം നടക്കുന്ന അത്തരം ഉത്തരവുകൾ ഉടനടി റദ്ദു ചെയ്യണം. അതുപോലെ തന്നെ പൊതു മാനദണ്ഡം പ്രകാരമുള്ള പൊതുസ്ഥലമാറ്റം അടിയന്തരമായി നടപ്പിലാക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വിരോധാഭാസം നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ, സെൻസസിന്റെ മറവിൽ ഈ പൊതു സ്ഥലമാറ്റമെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. അധ്യാപകന്റെ സ്ഥലം മാറ്റം നടന്നില്ല, ജീവനക്കാരന്റെ സ്ഥലം മാറ്റം നടന്നില്ല, പ്രമോഷനുകൾ നടന്നില്ല. ഇതിലെല്ലാം പറയുന്നത് ഇവിടെ ബാൻ ഉണ്ട് എന്നാണ്. അപ്പൊ മറുവശത്ത് ബാൻ ഉണ്ടാകുമ്പോ ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായി, വളരെ കൃത്യമായി ഇങ്ങനെ ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇത് ഏത് കോട്ടായത്തിലെ പരിപാടിയാ? ഇത് എവിടെ നടക്കും? കേരളത്തിലല്ലാതെ. അതുകൊണ്ടാണ് ഇന്ന് 10,000-കണക്കിന് വരുന്ന ആളുകൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഞങ്ങൾക്കാർക്കും സമരം ചെയ്യണമെന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്നില്ല. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. T. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KGOA ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ, ആസിഫ് ഇക്ബാൽ, രാജീവൻ PV, NK ലസിത, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ് സ്വാഗതവും PK വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.